എക്കോ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എക്കോ OTT എത്തിയിട്ട് കുറച്ച് ദിവസമായി. എത്തിക്കഴിഞ്ഞിട്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്ന ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടത്തക്ക രീതിയിലൊരു വീഡിയോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഉറപ്പായും എക്സ്പ്ലനേഷനാണ്, അതുകൊണ്ട് സ്പോയിലർ എലമെൻറ്റുകളൊക്കെ ഉണ്ടാവും. സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കാണാതെ ആദ്യം സിനിമ കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. കാരണം സിനിമയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും സിനിമയിലുള്ളത് പോലെ ഒരു ഓർഡറിലല്ല അവതരിപ്പിക്കുന്നത്, മറ്റൊരു ഓർഡറിലാണ്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എക്കോ എന്ന് പറയുന്ന സിനിമ 2 കാലഘട്ടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതും ഈ രണ്ടാമത്തെ കാലഘട്ടത്തിൽ ഏകദേശം 6 വർഷത്തിനിടയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ചുമൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്കിത് കൃത്യമായി മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ടൈം ലൈനിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. 1939 മുതൽ 45 വരെ നടന്ന 2ാം ലോക മഹായുദ്ധം. ആ സമയത്താണ് കുര്യച്ചൻ എന്ന കഥാപാത്രം മലേഷ്യയിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് നായികയായിട്ടുള്ള നമ്മൾ ഈ സിനിമയിൽ കാണുന്ന മ്ലാത്തിച്ചേടത്തി അഥവാ സോയ് അവരെ കാണുന്നതും അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതും. ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല ആ സമയത്ത് ജോലിക്കും മറ്റുമൊക്കെ ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുമൊക്കെ ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു സമയമാണ് എന്ന് പാപ്പച്ചൻ, ആ പോലീസ് ഡ്രൈവർ, സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് സോയ് അഥവാ മ്ലാത്തിച്ചേടത്തിക്ക് ഒരു 20 വയസ്സിനടുത്തായിരിക്കും പ്രായം ഉണ്ടാവുക. ചിലപ്പോൾ ഒരു 17-18 ആയിരിക്കാം അന്നത്തെ ഒരു കാലഘട്ടത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഏർലി 20s രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഡയലോഗ് മുൻ പോലീസ് ഡ്രൈവർ ആയിരുന്ന പാപ്പച്ചൻ പറയുന്ന ഡയലോഗിലുണ്ട്. 1968 നടന്ന തായ്ശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം. ആ ആക്രമണ കേസിൽ പ്രതിയാക്കപ്പെട്ട് കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ ഒരു നായയുമായി ചേർന്ന് ക്രൂരമായി ആക്രമിച്ച് വിനോദം കണ്ടെത്തുന്ന രീതിയിലുള്ള കുര്യച്ചനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് 68. അതിനുശേഷം കുര്യച്ചനൊന്ന് പെട്ട് കാണണമെന്ന് അയാൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അയാൾ റിട്ടയറായി പിന്നെയും മുന്നോട്ട് പോയി. ഏതോ ഒരു കാലഘട്ടത്തിൽ കുര്യച്ചൻ ഒളിവിൽ പോവുകയാണ് ഒരു കുത്തുകേസുമായിട്ട് ബന്ധപ്പെട്ട്. അതും കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷമാണ് മോഹൻ പോത്തൻ, അതായത് വിനീത് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഹീറ്റായിട്ടുള്ള ഒരു ഡോഗുമായിട്ട് ഈ കാറ്റുകുന്നിലേക്ക് വരുന്നത്. അത് ഏതാണ്ട് 1970കളുടെ മധ്യഭാഗത്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. എക്കോ എന്ന് പറയുന്ന പേര്, അതിൻ്റെ അർത്ഥം നമ്മളിതിൻ്റെ ഡീകോഡിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബോൺ എന്നർത്ഥം വരുന്ന, പ്യുവർ ബ്രീഡ് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണത്. അതൊരു ബ്രില്യൻറ്റ് പേരിടലായിരുന്നു. ഇനി നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കാം. വിനീത് അവതരിപ്പിക്കുന്ന മോഹൻ പോത്തൻ എന്ന കഥാപാത്രം, ഇയാൾ M.E. കുര്യൻ എന്ന കുര്യച്ചൻ്റെ സുഹൃത്തായിരുന്നു. ഒരുപാട് കാലം കുര്യച്ചനോടൊപ്പം അയാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വളരെയധികം വൃത്തികേടുകളും വളരെ മോശം കാര്യങ്ങളും, ആളുകളെ ആക്രമിക്കുന്നതും ഇല്ലാതാക്കലും തുടങ്ങി കുര്യച്ചൻ്റെ എല്ലാ വൃത്തികേടുകൾക്കും മോഹൻ പോത്തൻ കൂടെ നിന്നിട്ടുണ്ട്. മോഹൻ പോത്തൻ ആ കാറ്റുകുന്നിലേക്ക് 2ാമത് നായയുമായിട്ട് വരുന്ന സമയത്ത് പിയൂസ് അഥവാ മണികണ്ഠൻ, നമ്മുടെ സന്ദീപ് പ്രദീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രം, അയാളെ ചെന്ന് കാണുന്ന സമയത്ത് ഇത് ഏത് കേസിൻ്റെ പ്രതികാരമാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയാൾ പറയുന്ന കുറേ ക്രൈംസ് ഉണ്ട്. അത് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, ഒറ്റ കാഴ്ചയിൽ തന്നെ തട്ടിക്കളയേണ്ട സ്വഭാവമാണ് 2 പേർക്കും ഉള്ളതെന്ന്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും തമാശയായിട്ട് എഴുതുന്നൊരു കാര്യമാണ് പാർട്ട്ണർ ഇൻ ക്രൈം എന്നുള്ളത്. കൃത്യമായും കുര്യച്ചൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം തന്നെയായിരുന്നു മോഹൻ പോത്തൻ. ഒരുപാട് ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു യാത്രയിലാണ് അവർ മലയിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് ടെലോമിയൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം ബ്രീഡുണ്ട്. അത് മലേഷ്യയുടെ ലോക്കൽ ബ്രീഡാണ്. ഇന്ന് അതിൻ്റെ ഒറിജിനൽ ബ്രീഡ് കിട്ടാനില്ല എന്നുള്ളൊരവസ്ഥയാണ്. എന്തായാലും ആ സമയത്ത് അവർ ഈ ബ്രീഡിനെ കുറിച്ച് അറിയുകയും അവിടെ ചെന്ന് ഇതിൻ്റെ പ്യുവർ ബ്രീഡിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവർ യോസിയ എന്ന് പറയുന്ന ഒരു ഡോഗ് ബ്രീഡറെ കണ്ടെത്തുന്നതും അവരുടെ വീട്ടിലേക്ക് പോകുന്നതും. ഇവർ 2 പേരും, കുര്യച്ചനും പോത്തനും, ഈ ഡോഗ് ബ്രീഡിങ്ങിൽ വളരെയധികം പേര് കേട്ട ആളുകളായിരുന്നു. പക്ഷേ അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് യോസിയ അയാളുടെ വീട്ടിൽ ഇത്രയും ഈ ഡോഗ്സിനെ കൊണ്ട് ഒരു വലിയ കവചമുണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നും ആ ഡോഗ്സിനെ മറികടന്ന് തൻ്റെ വീട്ടിലേക്ക് കയറാൻ ആർക്കും പറ്റില്ല എന്നൊക്കെയുള്ള വീരവാദങ്ങൾ മുഴക്കുന്നത്. അത് കേൾക്കുമ്പോൾ കുര്യച്ചൻ്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടാകുന്നുണ്ട്, ഒരു ഈഗോ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട്. അതിനെക്കുറിച്ച് വിനീത് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏറ്റവും അവസാനമാണ് സംസാരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു വാശി ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ യോസയെ കുടുക്കി, ഒരു കള്ളക്കേസിൽ കുടുക്കി. അതാണ് കുര്യച്ചൻ്റെ സ്ഥിരം ടെക്നിക്ക് എന്ന് പറയുന്നത്. അയാളുടെ ആവശ്യത്തിന് ആളുകളെ കൂടെ കൊണ്ട് നടക്കും. അവരായിട്ട് ചെയ്യുന്നതാണ് എന്ന തോന്നൽ ജനിപ്പിച്ചുകൊണ്ട് അയാൾക്ക് ആവശ്യമുള്ളത് കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും അവരെ ഒഴിവാക്കണം എന്ന് തോന്നിയാൽ ഒരു കാർ ആക്സിഡൻറ്റിലോ മറ്റോ അവരെ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കുകയോ ചെയ്യും. അങ്ങനെ അവർ യോസിയായെ ജയിലിലാക്കിയതിന് ശേഷം സോയുടെ, അതായത് മ്ലാത്തിച്ചേട്ടത്തിയുടെ യൗവനകാലം അവിടെ ചെല്ലുന്നു. അവിടെ കുര്യച്ചനെ ഒറ്റയ്ക്കാക്കി കുര്യച്ചനോട് വഴക്കിട്ടെന്ന ഭാവേന അയാൾ തിരിച്ച്
പോർട്ടിലേക്ക് പോകുന്നു. കുര്യച്ചൻ കുറച്ച് ദിവസത്തിന് ശേഷം സോയിയുമായിട്ട് വരുന്നു. അവരിരുവരും സോയിയോടൊപ്പം അവിടെ മിച്ചം ഉണ്ടായിരുന്ന ആ പ്യുവർ ബ്രീഡ് ടെലോമീനുമായിട്ട് നാട്ടിലേക്ക് വരുന്നു. അതിനുശേഷവും ഇവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ ഇവരിരുവരും തമ്മിൽ പിരിയുകയും കുര്യച്ചൻ പോത്തനെ ഒരു കള്ളക്കേസിൽ കുടുക്കി അകത്താവേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഏതാണ്ട് 5-6 മാസത്തോളം അയാൾ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് നടക്കുന്നു. അതിനിടയിലാണ് അയാൾ മ്ലാത്തി ചേട്ടത്തിയെ ചെന്ന് കാണുന്നത്. അവിടെ കുര്യച്ചൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെന്നത്. പക്ഷേ അയാൾ അവിടെ എങ്ങും കണ്ടെത്താനായില്ല. അയാൾ അവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് മ്ലാത്തി ചേട്ടത്തിയോട് ഉള്ള കാര്യം ഒന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് മരിച്ചു എന്ന് കള്ളം പറഞ്ഞിട്ടാണ് അവൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ അയാൾ മരിച്ചിട്ടില്ല. അയാളെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ചിലപ്പോൾ നിന്നെ അന്വേഷിച്ച് അയാൾ ഇപ്പോഴും അവിടെ കറങ്ങി നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ മരിച്ച് മണ്ണടിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സ് വേദനിപ്പിച്ചു. എന്തായാലും കുര്യച്ചനെ കിട്ടിയില്ല, ആ കലിപ്പ് മുഴുവൻ തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കലിപ്പ് മുഴുവൻ തീരുന്നതിൻ്റെ ആനന്ദമൊക്കെ അയാൾ ചിരിച്ച് അറുമാദിച്ചിട്ടാണ് അവിടുന്ന് പോരുന്നത്. പക്ഷേ അവിടുന്ന് ഇറങ്ങി അയാൾ പോലീസ് പിടിയിലാവുന്നു, ജയിലിലാവുന്നു. പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അയാൾ ഹീറ്റുള്ള ഒരു ഡോഗുമായിട്ട് ആ നാട്ടിലേക്ക് രണ്ടാമത് വരുന്നത്. ആ വരവിലാണ് പട്ടികളുടെ ആക്രമണത്തിൽ കൊക്കയിൽ വീണ് മരിക്കുന്നത്. പക്ഷേ മരിക്കുന്ന അന്നേ ദിവസം അയാൾ മണികണ്ഠനെ കണ്ടിട്ടുണ്ടായിരുന്നു, AK പിയൂസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിയൂസ് അവിടെ വന്നത് പോത്തനെയും കുര്യനെയും ഒരുപോലെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നാണ് പോത്തൻ ആദ്യം വിചാരിക്കുന്നത്. എന്തായാലും കുര്യച്ചനെ നമുക്ക് രണ്ടുപേർക്കും തകർത്തേ പറ്റൂ, അതുകൊണ്ട് നീ എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് അവനെ വശത്താക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് പോത്തൻ ആദ്യം സംസാരിക്കുന്നതെങ്കിലും ഈ പട്ടികളുടെ പ്ലാൻ പിയൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പോത്തന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിയൂസ് ആരാണ്, അല്ലെങ്കിൽ മണികണ്ഠൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പോത്തൻ തട്ടിപ്പോയി. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട, സിനിമയിൽ നമ്മൾ രണ്ടാമത് പരിചയപ്പെടുന്ന കഥാപാത്രം എന്ന് പറയുന്നത് അപ്പൂട്ടി എന്ന് പറയുന്ന അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. അയാൾ അവിടുത്തെ ഒരു ജീപ്പ് ഡ്രൈവറാണ്. അയാളുടെ മകൾ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യാണ്. അപ്പൂട്ടി കുര്യച്ചൻ്റെ ഒരു കൈക്കാരനാണെന്ന് പറയാം. കുര്യച്ചൻ്റെ തട്ടിപ്പ് തരികയുടെ പരിപാടികളിൽ ചിലതൊക്കെ അയാൾക്കറിയാം. പക്ഷെ കുര്യച്ചൻ്റെ ഹൈഡ് ഔട്ട് എവിടെയാണെന്നുള്ളത് മറ്റെല്ലാവരെയും പോലെ തന്നെ അപ്പൂട്ടിക്ക് അറിയില്ല. കുര്യച്ചനെ സഹായിക്കുന്ന ഒരു പയ്യൻ കുര്യച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും അവൻ ഭയങ്കര വെകിളിയായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പൂട്ടിക്ക് അറിയാം. പക്ഷേ ആ പയ്യനെയും പയ്യൻ എന്നുള്ള പേരല്ലാതെ മറ്റൊന്നും അപ്പൂട്ടിക്ക് അറിയില്ല. കുര്യച്ചൻ സ്ഥിരമായി ഒളിവിൽ പോകുന്ന സമയത്ത് അപ്പൂട്ടിയെ കുറച്ച് കത്തുകളൊക്കെ ഏൽപ്പിക്കും. അത് പല സമയത്തായിട്ട് ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. ആ കത്തുകളൊക്കെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒരു മാസത്തിൽ 1-2 ഒക്കെ വെച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് പോസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം അപ്പൂട്ടി ഏൽപ്പിച്ചിട്ടാണ് കുര്യച്ചൻ തൻ്റെ ഹൈഡ് ഔട്ടിലേക്ക് പോകാറുള്ളത്. അങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന കുറേ കത്തുകൾ അപ്പൂട്ടിയുടെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുര്യച്ചൻ്റെ വളരെ അനുസരണയുള്ളൊരു നായയാണ് അപ്പൂട്ടി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ആ നായയ്ക്ക് അതിൻ്റെ ഒരു ടെറിട്ടറിയിൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അറിയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ അപ്പൂട്ടിക്ക് അറിയില്ലായിരുന്നു. അപ്പൂട്ടി എന്താണോ കുര്യനെ ഏൽപ്പിച്ചിട്ട് പോയത് അതെല്ലാം അതുപോലെ ചെയ്യുന്ന വെറും അനുസരണയുള്ളൊരു നായ മാത്രമായി മാറുകയാണ്. മൂന്നാമത് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം പാപ്പച്ചനാണ്. സഹീർ മുഹമ്മദ് എന്ന് പറയുന്ന അഭിനേതാവാണ് ആ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കക്കയം ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളാണ്. തായ്ശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കപ്പെട്ടിട്ടുള്ള ആളുകളെ കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ആളുകളിൽ ഓരോരുത്തരെയായിട്ട് കുര്യച്ചനും ഒരു പട്ടിയുമുള്ള മുറിയിലേക്ക് കടത്തിവിടുകയും അവിടെ ക്രൂരമായി അവരെ കൈകാര്യം ചെയ്തിരുന്നു എന്നൊക്കെയുള്ളത് വളരെ വേദനയോടെയാണ് പാപ്പച്ചൻ ഓർത്തെടുക്കുന്നത്. പാപ്പച്ചന് പൈസ കൊടുത്തിട്ടാണ് നേവിക്കാരനായിട്ട് വരുന്ന നരേൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ പണം ഒന്നും വേണ്ട, അല്ലെങ്കിലും അയാളൊന്ന് പെട്ട് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പാപ്പച്ചൻ പറയുമ്പോൾ ഈ സിനിമയിൽ എനിക്ക് പൈസ ആയിട്ടൊന്നും കിട്ടി വേറെ നേട്ടങ്ങളോ ഒന്നും അല്ലാതെ കുര്യച്ചൻ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളുടെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് പാപ്പച്ചൻ. മാത്രമല്ല പാപ്പച്ചൻ കുറച്ച് സോഷ്യോ പൊളിറ്റിക്കൽ അവെയർനെസ് ഉള്ള ആളാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത്. കാരണം ഓരോ സിറ്റുവേഷൻസ് പറയുമ്പോഴും അത് ഇങ്ങനൊരു കാര്യമാണ്, ഇങ്ങനെ വന്നില്ല, അത് ഇങ്ങനൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നരേനും സന്ദീപ് പ്രദീപും തമ്മിലുള്ള ആ കോൺവെർസേഷൻ്റെ ഇടയിൽ ഇവർ പറയുന്ന പല കാര്യങ്ങളെയും ബ്രിഡ്ജ് ചെയ്യുന്ന, എന്താണ് സിറ്റുവേഷൻ, എന്താണ് ക്യാരക്ടർ എന്ന് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ പാപ്പച്ചനെ കാണുന്നത്. അടുത്തത് നരേൻ അവതരിപ്പിക്കുന്ന നേവിക്കാരൻ ക്യാരക്ടറാണ്. അയാളൊരു സസ്പെൻഷനിലാണ് എന്നൊക്കെ ഉള്ളതാണ് ഇവർ തുടക്കത്തിൽ സംസാരിക്കുന്നത്. പുറമേ വളരെ സൗമ്യനായിട്ടുള്ള, ചിരിക്കുന്ന, സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അയാളൊരു ടെറർ മനുഷ്യനാണ്. അയാളുടെ ഉള്ളിലെ ഈ പകയും അതുപോലെ തന്നെ ആ ഒരു വേട്ടക്കാരൻ ഭാവമൊക്കെ നമ്മൾ ശരിക്കും കാണുന്നത് ആ കാർ ആക്സിഡൻറ്റിന് ശേഷമാണ്. നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാടാ എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു ചിരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ചിരിയല്ല, എനിക്ക് ഉറപ്പായി ഇനി നീ ഇവിടെ ഉണ്ടെന്നുള്ളത്, അതുകൊണ്ട് നിന്നെയും തപ്പിയെടുത്തിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറയുന്ന ആ ഇരയെ ഒത്തുകിട്ടുന്നൊരു വേട്ടക്കാരൻ്റെ ചിരിയാണ് അയാളുടെ മുഖത്തുണ്ടാവുന്നത്. ആദ്യ സമയങ്ങളിൽ എവിടെയോ ഇയാളൊരു പോലീസുകാരനാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൂട്ടിയെ വീട്ടിൽ വെച്ച് ആക്രമിക്കുന്ന സമയത്ത് നേവിക്കാരൻ പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്: ചിരിച്ചു കളിച്ച് തോളി കൈയിട്ട് ആവശ്യത്തിന്
ആവശ്യത്തിന് അയാൾ എന്നെ പറ്റിച്ചിട്ടുണ്ട്, ഇനി നിൻ്റെ ഷെയർ കൂടി വേണ്ട എന്നാണ്. സോ സ്വാഭാവികമായും മോഹൻ പോത്തനെ, അതായത് വിനീത് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ കൂടെ കൊണ്ട് നടന്ന് ഉപയോഗിച്ച ശേഷം ഒരു കേസിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്നത് പോലെ ഇയാളെയും ഒരു സിറ്റുവേഷനിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പകരം ചോദിക്കാനോ അല്ലെങ്കിൽ കുര്യച്ചനെ പിടിച്ചുകൊടുത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ടായിരിക്കും അയാൾ ആ നാട്ടിൽ വന്നിട്ടുണ്ടാവുക. മാത്രമല്ല കുര്യച്ചൻ്റെ സ്ഥിരം ആക്രമണ രീതികളെല്ലാം ഇയാൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം കാറിൻ്റെ ബ്രേക്ക് പോയ സമയത്തും അയാൾ ആദ്യം ചിന്തിക്കുന്നത് അത് കുര്യച്ചൻ ചെയ്തതായിരിക്കും, കാര്യം ഇത് കുര്യച്ചൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷനാണ് എന്ന് ചിന്തിക്കുന്ന അത്രയും കുര്യച്ചനിൽ ഫോക്കസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നരേൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ സോമനും സുകുമാരനുമാണ്. ബിനു പപ്പുവും രഞ്ജിത് ശങ്കറുമാണ് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവർ രണ്ടുപേരും കേരള പോലീസിലെ ഉദ്യോഗസ്ഥരാണ്. കുര്യച്ചനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടെ രഹസ്യമായി താമസിക്കുന്ന ലോറിക്കാരുടെ വേഷത്തിൽ വന്ന് താമസിക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. സ്വാഭാവികമായി കുര്യച്ചൻ്റെ വീട്ടിൽ വന്നു പോകുന്ന ആളുകളെക്കുറിച്ചും അവർ അന്വേഷിക്കും. അങ്ങനെ പിയൂസിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് ഇവിടെ താമസിക്കുന്നത് ഒറിജിനൽ പിയൂസ് അല്ല എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ സംസാരത്തിൽ അവൻ കുര്യച്ചനെ തീർക്കാൻ വന്ന ഒരാളാണ് എന്നിവർ വിചാരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് കുര്യച്ചനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന, കുര്യച്ചൻ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്ന ശിഷ്യനാണിവൻ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പിയൂസ് അവർക്ക് കൊടുത്തിരുന്ന വിഷം കലക്കി വെച്ചിരുന്ന വെള്ളം അവർ കുടിക്കാതിരുന്നത്. അതിനു മുമ്പേ അവർക്കിത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ഇവർ 3 പേരും കൂടി ഇന്ന സ്ഥലത്ത് കുര്യച്ചൻ ഉണ്ടാവും, നമുക്ക് അന്വേഷിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ പിയൂസ് പറയുന്നുണ്ട്, നിങ്ങൾ ലോറി കൊണ്ടുപോയി നാട്ടിലിട്ടിട്ട് അല്ലാതെ ഇവിടെ വന്നാൽ മതി, കാരണം നിങ്ങൾ ഇവിടെ ഇല്ല എന്ന് എല്ലാവരും കരുതിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അതൊരു ട്രാപ്പാണ് എന്നുള്ളത് ആ മുതിർന്ന പോലീസുകാരൻ ബിനു പപ്പു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് മനസ്സിലായി. മറ്റേ പോലീസുകാരൻ അതിന് ഞങ്ങളിവിടെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവനോട് മിണ്ടരുത് എന്നുള്ള രീതിയിൽ അവൻ്റെ തോളത്ത് പിടിച്ചിട്ടാണ് പറയുന്നത്, ഇതിലൊരു പോയിന്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന്. ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെണികൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി ഇവനെ കൊടുക്കാൻ ഒരു കെണി ഒരുക്കുന്നു. ഇതൊരു നല്ല അവസരമാണ്, ഇവന്മാർക്ക് പണി കൊടുക്കണമെന്ന് വിചാരിച്ച് ഇവിടെ ഒരുത്തൻ കെണി ഒരുക്കുന്നു. അതവൻ്റെ കെണിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ നമുക്ക് ശരിക്കും നമ്മുടെ കെണിയിൽ കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവരിങ്ങനെ തീരുമാനിക്കുന്നു. പിന്നീട് അവർ കാട്ടിപ്പോകുന്ന സമയത്ത് വിഷം കൊടുത്ത് ഇവൻ കൊല്ലാൻ നോക്കുന്നു. പക്ഷേ വിഷം കൊടുക്കൽ ഏൽക്കില്ല എന്ന് പറഞ്ഞ് ഇവർ തിരിച്ചു വെക്കുന്നു. അങ്ങനെ കൊണ്ടും കൊടുത്തും ആണ് ആ ഒരു പരിപാടി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ 2 പോലീസുകാരും പിയൂസിൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടുകയാണ്. ഇനി പ്രധാന കഥാപാത്രത്തിലേക്ക്. പ്രധാന കഥാപാത്രം എന്ന് പറയുമ്പോൾ ഈ പുള്ളി സിനിമയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ എൻറ്റയർ സിനിമ ഇയാളെ ബേസ് ചെയ്തിട്ടാണ്. കുര്യച്ചൻ. വാശിയിൽ കുര്യച്ചനോളം വരില്ല ആരും എന്ന് മ്ലാത്തിച്ചേട്ടത്തി പറയുന്നത് വെറുതെ ഒന്നുമല്ല. തനിക്കൊരു കാര്യം വേണം എന്ന് തോന്നിയാൽ അതിന് ഏതറ്റം വരെയും പോകാൻ ഒരു മടിയില്ലാത്തൊരു കഥാപാത്രമാണ് കുര്യച്ചൻ. വളരെ ക്രൂവലായിട്ടുള്ള, ഓപ്പോസിറ്റുള്ള ആൾ വേദനിക്കുന്നത് കാണുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഏറ്റവും മോശമായ ഒരു മാനസികാവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അറിയുമ്പോൾ സന്തോഷം കണ്ടെത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ കുര്യച്ചനെ കാണുന്നത്. ആൻഡ് മാസ്റ്റർ മാനിപ്പുലേറ്റർ എന്നൊക്കെ വിളിക്കാവുന്ന, അതായത് തൻ്റെ ചുറ്റും നിൽക്കുന്ന ഏത് കരുത്തനായിട്ടുള്ള ആളെ കൊണ്ടും, ഏത് ക്രൂരനായിട്ടുള്ള, തന്നേക്കാൾ ക്രൂരനായിട്ടുള്ള ആളെ കൊണ്ട് പോലും തനിക്കാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ആ ഒരു മാനിപ്പുലേഷൻ, അതൊരു പക്ഷേ പട്ടി ട്രെയിനിങ്ങിൽ നിന്ന് അയാൾക്ക് കിട്ടിയിട്ടുള്ളതായിരിക്കാം. അയാൾ ബന്ധങ്ങൾ ഉണ്ടാക്കും. അയാളുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ ആ ബന്ധത്തിലുണ്ടായിരുന്ന ഒരുപക്ഷെ നാളെ ഇയാൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്ന ആളുകളെയൊക്കെ നിഷ്കരണം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് കേസിൽ ജയിലിലാക്കുക എന്നുള്ളതാണ് ഇയാളുടെ സ്ട്രാറ്റജി. മാത്രമല്ല അപ്പൂട്ടിയോട് ഇയാൾ പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ്, ഒത്തു കിട്ടിയാൽ പണിയാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ്, സുഹൃത്തുക്കളാണ് കൂടുതൽ എന്ന് പറയുന്നുണ്ട്. അതായത് അയാൾ സുഹൃത്തുക്കളായി കൂടെ കൂട്ടിയിട്ടുള്ളവർക്ക് പോലും അറിയാം ഇയാൾ അവരെ യൂട്ടിലൈസ് ചെയ്യുകയാണ്, ഒരു അവസരം കിട്ടിയാൽ പണി കൊടുക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ബന്ധങ്ങൾ ചുറ്റും നിൽക്കുന്ന ഒരു വൃത്തികെട്ടൻ. ഇനിയാണ് നമ്മൾ പിയൂസിലേക്ക് വരുന്നത്. പിയൂസിൻ്റെ അച്ഛനും അമ്മയും അവൻ 6 വയസ്സുള്ള സമയത്ത് ആത്മഹത്യ ചെയ്തതാണ്. അവരുടെ പൊട്ടിച്ചെതറിത്തെറിച്ച് കിടക്കുന്ന ശരീരം കണ്ട് മനസ്സ് കല്ലായി പോയ ഒരാളാണ് അവൻ എന്നവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവനെ എടുത്തു വളർത്തിയിട്ടുള്ളത് കുര്യച്ചനായിരിക്കാം. കാരണം ഈ പേൾ വ്യൂ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു മലയാള സിനിമയുടെ റെഫറൻസ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് ഈ സിനിമയുമായി ബന്ധമൊന്നുമില്ല, കാരണം ആ സിനിമയിൽ ഒരു കൊലപാതകമൊന്നും നടക്കുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ അതിനെ റെഫർ ചെയ്യുന്ന സമയത്ത് പേൾ വ്യൂ ഹോട്ടലിലെ കൊലപാതകം എന്നാണ് പറയുന്നത്. ആ കൊലപാതക കേസിൽ ഒളിവിൽ പോയിരുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ അതിൻ്റെ പ്രൊഡ്യൂസറെ ചെന്ന് കണ്ട് അതിൻ്റെ റൈറ്റ്സ് ആയിട്ട് പണം പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നരേൻ്റെ നേവിക്കാരൻ ക്യാരക്ടർ പറയുന്നുണ്ട്. സോ ആ കൊലപാതകത്തിൽ ഇവന് പങ്കുണ്ടാവണം. അതെന്തായാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, കാരണം ഈ സംഭവം ഉണ്ടായി അതിനുശേഷം അന്വേഷണമൊക്കെ നടന്ന് ഇതൊരു തിരക്കഥയായി സിനിമയായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. മാത്രമല്ല ഈ നരേനടക്കമുള്ള ആളുകൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനും ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് കുര്യച്ചൻ അവസാനമായി അയാളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അയാളുടെ ഡ്രസ്സിൽ മുഴുവൻ ചോരയാണ്. അപ്പൂട്ടി ചോദിക്കുന്നുണ്ട് ആ പയ്യൻ കത്തിയെടുത്ത് കുത്തിയല്ലേ എന്നുള്ളത്, അവനത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന്. ആ സമയത്ത് കുര്യച്ചൻ പറയുന്നുണ്ട് അവനെ ഒന്ന് തണുപ്പിച്ചെടുക്കാനുണ്ട് എന്നുള്ളത്. കാരണം അവനെ കൂടെ കൊണ്ട് നടക്കുകയാണ് ഒരു ബോഡി ഗാർഡ് പോലെ. അവനൊരു
ആവേശത്തിന് മറ്റേ ആളെ കുത്തിയതാണ്. അതൊരു പക്ഷേ ഈ പേൾ വ്യൂ കൊലപാതകം തന്നെയാണെങ്കിലോ, കുര്യച്ചൻ ആ കേസിൽ പ്രതിയാണെങ്കിലോ, ആ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് പിയൂസ് അഥവാ മണികണ്ഠനെങ്കിൽ കുറേ കാലമായി ഇയാൾ അവനെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ചില പട്ടികൾക്ക് ഒരു മാസ്റ്റർ മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറയുമ്പോൾ അവൻ കുര്യച്ചനെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മുകളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതേ ഡയലോഗ് തന്നെ നരേനും പറയുന്നുണ്ട്. നിങ്ങളുടെ മക്കൾ കുര്യച്ചനെ പ്രതിഷ്ഠിച്ചതിനേക്കാൾ വലിയ ഉയരത്തിലാണ് കുര്യച്ചനെ അവൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുത്തുകേസിന് ശേഷം കുര്യച്ചനെ അവിടെ ആരും കണ്ടിട്ടില്ല. കുര്യച്ചൻ ഒളിവിൽ പോയിരിക്കുകയാണ്, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ കാറ്റിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് പിയൂസ് മോഹൻ പോത്തനെ ഫോളോ ചെയ്ത് കാറ്റുകുന്നിലേക്ക് വരുന്നത്. അങ്ങനെ കാറ്റുകുന്നിലെത്തി മോഹൻ പോത്തൻ പറയുമ്പോഴാണ് ഇവിടെ ഒരു സീക്രട്ട് ഹൈഡ് ഔട്ട് പ്ലേസ് ഇയാൾക്കുണ്ട് എന്നുള്ളതും അയാൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും പിയൂസ് മനസ്സിലാക്കുന്നത്. അവിടെ മ്ലാത്തിച്ചേട്ടത്തിയുടെ വീടും കാര്യങ്ങളും ഒക്കെ പിയൂസ് മനസ്സിലാക്കുന്നുണ്ട്. അന്ന് പിയൂസിനടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് മോഹൻ പോത്തൻ കൊല്ലപ്പെടുന്നത്. എന്തായാലും പിയൂസിന് ഒരു കാര്യം മനസ്സിലായി, കുര്യച്ചൻ കാറ്റുകുന്നിലെ മലകൾക്കിടയിൽ എവിടെയോ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ നിന്ന് അന്വേഷിക്കാൻ വേണ്ടി അയാൾ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് അങ്ങോട്ടേക്ക് മ്ലാത്തിച്ചേട്ടത്തിയുടെ മക്കളിൽ ഒരാൾ പറഞ്ഞു വിടുന്ന ജോലിക്കാരൻ്റെ വേഷത്തിൽ ആ വീട്ടിൽ കടന്നുകൂടുക എന്നുള്ളത്. അതിനയാൾ കണ്ടെത്തിയ വഴി ഈ ജോലിക്കാരനെ കണ്ടെത്താൻ ഏൽപ്പിച്ച ആൾക്കും ഈ ജോലിക്കാരനായി വരേണ്ടിയിരുന്ന ആൾക്കും തനിക്ക് എല്ലാ മാസവും കിട്ടുന്ന സാലറി സ്പ്ലിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ കുറേ നീല മഞ്ഞ പുസ്തകങ്ങൾക്ക് കഥകൾ എഴുതി അയക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അയാളുടെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ മ്ലാത്തിച്ചേട്ടത്തിയെ നോക്കാനെന്ന ഭാവേന അയാൾ അവിടെ താമസിക്കുന്നു. അതിലവൻ ഒരു ദിവസം വീട് വൃത്തിയാക്കുന്ന സമയത്ത് ഈ മുള കൊണ്ടുണ്ടാക്കിയ അറ്റത്തൊരു വളവുള്ള ഒരു പാത്രം എടുത്ത് ദൂരേക്ക് എറിയുന്നുണ്ട്. അത് നമ്മൾ സിനിമയിൽ മലയിൽ വെച്ച് സോയി അഥവാ മ്ലാത്തിച്ചേട്ടത്തി പുള്ളിക്കാരി ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഈ നായയ്ക്ക് ഫുഡ് ലോഡ് ചെയ്ത് കൊടുക്കുന്ന ആ സാധനമാണത്. എന്തായാലും ഉള്ള സമയം അവൻ മ്ലാത്തിച്ചേട്ടത്തിയെ നല്ലതായിട്ട് തന്നെയാണ് നോക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് അവിടെ ചെന്ന് കയറിയ സമയത്ത് ആ നായ്ക്കളൊന്നും അവനെ നിലം തൊടിയിച്ചിട്ടില്ല. അവനൊരു മരത്തിൻ്റെ മുകളിൽ 2 ദിവസം തങ്ങേണ്ട അവസ്ഥയുണ്ടായി. മ്ലാത്തിച്ചേട്ടത്തി വന്നതിന് ശേഷമാണ് നായ്ക്കളൊന്ന് അയഞ്ഞ് അവന് താഴെ ഇറങ്ങാൻ പറ്റിയത്. എന്തായാലും പോലീസുകാരെ വക വരുത്തിയ ശേഷം മ്ലാത്തിച്ചേട്ടത്തിയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവൻ ശരിക്കും മ്ലാത്തിച്ചേട്ടത്തി ആരാണെന്നുള്ളത് തിരിച്ചറിയുന്നത്. അവനൊരു കത്തി കയ്യിലേക്ക് എടുത്തിട്ട് ചില പട്ടികൾക്ക് ഒരു മാസ്റ്റർ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവൻ്റെ ചുറ്റും അവന് കാണാൻ പറ്റുന്നത് ഒരു മാസ്റ്റർ മാത്രമുള്ള ഒരുപാട് പട്ടികളെയാണ്. അവരുടെയൊക്കെ മാസ്റ്റർ മ്ലാത്തിച്ചേട്ടത്തിയായിരുന്നു. കാരണം കുര്യച്ചനും മ്ലാത്തിച്ചേട്ടത്തിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കുര്യച്ചൻ ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു, മ്ലാത്തിച്ചേട്ടത്തി സ്നേഹം കൊടുത്ത് വളർത്തുകയായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ വരുന്നത് മ്ലാത്തിച്ചേട്ടത്തിയും പിയൂസും തമ്മിലാണ്. ഇതിൻ്റെ തള്ളപ്പട്ടി എവിടെ എന്ന് ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ചോദിക്കും തള്ളപ്പട്ടി എവിടെയെന്ന്. കുഞ്ഞുങ്ങളുണ്ടായെന്ന് വെച്ച് അതിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളില്ലേ എന്ന് മ്ലാത്തിച്ചേട്ടത്തി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അത് ആക്ച്വലി കാലത്തിന് ഒരുപാട് മുൻപേ സഞ്ചരിച്ച ഒരു ഡയലോഗ് എന്ന് പറയുന്ന പോലെ 70കളിൽ ഒരാൾ അങ്ങനെ ചോദിക്കണമെങ്കിൽ അവരവരുടെ ലൈഫിനെ എത്ര ബ്രോഡായിട്ട് നോക്കി കാണുന്ന ഒരാളായിരിക്കാം. അവരുടെ മക്കൾ അവിടെ വരുന്ന സമയത്ത് പോലും ഇപ്പോൾ മകൻ വരുമ്പോൾ പിയൂസ് ഒരു സ്റ്റൂൾ വലിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് വേണ്ട അവനവിടെ നിന്നോളും എന്ന് പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോ, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എൻ്റെ ലൈഫ് ജീവിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോകുക എന്നൊക്കെ പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ നായയുടെ കാര്യത്തിലും കാണുന്നത്. കഴിക്കാനുള്ളത് നമുക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഓണർഷിപ്പ് സ്ഥാപിക്കലാണ് എന്നവർ പ്രഖ്യാപിക്കുകയാണ്. പട്ടിയെ വളർത്താൻ ചോദിച്ച ഷായ് ചേട്ടനോട് പറയാൻ വേണ്ടി മ്ലാത്തിച്ചേട്ടത്തി പറയുന്ന മറുപടി ഒന്നെങ്കിൽ കൂട്ടിലിട്ട് പൂട്ടും അല്ലെങ്കിൽ ചങ്ങലക്കിടും. ഇതല്ലേ വളർത്തൽ? ഞാൻ അങ്ങനെ വളർത്തുന്നില്ലല്ലോ. കുറ്റക്കാരെ തടവിലിരുന്നത് പോലെയാണോ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കേണ്ട പട്ടിയെ കൂട്ടിലോ ചങ്ങലയിലോ ഇടുന്നത് എന്നാണ് മ്ലാത്തിച്ചേട്ടത്തി ചോദിക്കുന്നത്. അവർ പ്രൊട്ടക്ഷൻ്റെ പേരിൽ ഒന്നിനെയും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. പട്ടിയെ ഞാൻ സംരക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ അവരതിനെ പൂട്ടിയിട്ടില്ല. പട്ടികളെ എന്നെ സംരക്ഷിക്കേണ്ടതാണെന്നുള്ള രീതിയിലും അതിനെ പൂട്ടിയിടാനോ അവർ കൂട്ടിൽ അകപ്പെടാനോ അവരങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് റെസ്ട്രിക്ഷനും പ്രൊട്ടക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തിലേക്ക്, കഥാനായികയിലേക്ക് വരുന്നത്. മ്ലാത്തിച്ചേട്ടത്തിയുടെ കഥ തുടങ്ങുന്നത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ്. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന വെച്ചിട്ട് അവർ വളരെ ചെറിയ പ്രായത്തിൽ കുറച്ച് പ്രായം കൂടുതലുള്ള യോസിയാനെ വിവാഹം കഴിക്കുന്നു. പുള്ളി ഒരു ഡോഗ് ബ്രീഡറായിരുന്നു. ഈ യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നമായിട്ടിരിക്കുന്ന നാട്ടിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ഒന്ന് ടൗണിൽ ചെന്ന് സെറ്റിൽ ആവണമെന്നാണ് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് 2 ഡോഗ് ബ്രീഡേഴ്സ് വരുന്നു, വളരെ പ്രശസ്തരാണ്. അവരെ കൊണ്ടുവന്ന് തൻ്റെ കയ്യിലുള്ള പ്യുവർ ഡോഗ് ബ്രീഡിനെ അയാൾ പരിചയപ്പെടുത്തുന്നു. അവിടെ വെച്ചിട്ടാണ് കുര്യച്ചനെയും പോത്തനെയും സോയി ആദ്യമായിട്ട് കാണുന്നത്. പിറ്റേ ദിവസം കുര്യച്ചൻ്റെയും പോത്തൻ്റെയും കൂടെ അവരുടെ ഭർത്താവ് യോസിയാൻ കൂടി നഗരത്തിലേക്ക് പോവുകയാണ്. 2 ദിവസത്തിന് ശേഷം കുര്യച്ചനും പോത്തനും കൂടി അവിടെ തിരിച്ചെത്തി. കൂടെ ഭർത്താവില്ല. നായ്ക്കളാണെങ്കിൽ യോസിയ കൂടെ ഇല്ലാത്തതുകൊണ്ട് അവരെ കരയ്ക്ക് അടുപ്പിക്കുന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങി ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാന്ന് നോക്കുമ്പോൾ സോയിയെ ഈ നായ്ക്കൾ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് അനുഭവിക്കുന്ന സമയത്ത് സോയിക്ക് അറിയില്ലായിരുന്നു സോയിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നായ്ക്കൾ ഇങ്ങനെ ചെയ്തതെന്ന്. എന്തായാലും ബോട്ടിൽ വെച്ച് കുര്യച്ചനും പോത്തനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുകയും പോത്തൻ ഒരു വഞ്ചി എടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു. അതിനെക്കുറിച്ച് കുര്യച്ചൻ പറഞ്ഞിട്ടുള്ള ഒരു ധാരണ മാത്രമാണ് സോയിക്കുള്ളത്. നമ്മൾ ഈ കുര്യച്ചൻ്റെ ക്യാരക്ടറിനെ നോക്കുമ്പോഴേ
അയാൾക്ക് ചുറ്റുമുള്ള എല്ലാ നായ്ക്കളെ പോലെയാണ് അയാൾ ഡീൽ ചെയ്തിരുന്നത്. അയാളുടെ ആവശ്യത്തിന് അയാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു, അതിനുശേഷം ഒരു കള്ളക്കേസ് പെടുത്തി അകത്താക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എല്ലാവരെയും. അതിപ്പോൾ മണികണ്ഠനായിക്കോട്ടെ, അപ്പൂട്ടി ആയിക്കോട്ടെ, പോത്തനായിക്കോട്ടെ, നേവിക്കാരനായിക്കോട്ടെ, എല്ലാവരെയും അവനവൻ്റെ ആവശ്യത്തിന് ട്രെയിൻ ചെയ്യിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി ആ ഒരു സീനിൽ ട്രെയിൻ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് സോയി ആയിരുന്നു. 2-3 ദിവസം വെയിലും മഴയൊക്കെ അവഗണിച്ച് അയാൾ ആ ബോട്ടിൽ തന്നെ ഇരുന്നു. അതിനുശേഷം സോയിക്ക് സുഖമില്ലാതാവുന്നു എന്നുള്ളൊരു ഘട്ടത്തിൽ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നോണം ഇയാൾ ഈ നായ്ക്കളെ കൊന്നൊടുക്കി കരയിലേക്ക് വരികയും അവൾക്ക് മരുന്ന് വെച്ച് കൊടുക്കുകയും നായ്ക്കളെ കുഴിയിൽ അടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പോത്തനുമായി നടന്ന കോൺവെർസേഷൻ കുര്യച്ചൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത വേർഷൻ മാത്രമേ സോയിക്ക് അറിയുള്ളൂ. അയാൾ മരിച്ചുപോയി എന്നുള്ള വിവരം പറയാനാണ് അവരിങ്ങോട്ട് വന്നത്. ഇവിടെ കാത്തു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കിട്ടിട്ടാണ് അയാൾ പോയിട്ടുള്ളത്. ഈ നായ്ക്കൾക്കൊക്കെ ട്രീറ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ട് പല കാര്യങ്ങളും പയ്യെ പയ്യെ ചെയ്യിപ്പിച്ച് ട്രെയിൻ ചെയ്യിച്ചെടുക്കുക എന്ന് പറയില്ലേ, അവരുടെ ഉള്ളിലുള്ള മാസ്റ്ററിനെ, അതായത് അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ വളരെയധികം ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇയാൾ പിന്നീട് സംസാരിക്കുന്നത്. പട്ടികളെ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാം, പക്ഷേ അതിൻ്റെ മാസ്റ്ററിനൊരു വിസ്ഡം വേണം എന്ന് പറഞ്ഞിട്ട് നോക്കൂ ആ നായ്ക്കളുടെ അവസ്ഥ എന്തായി എന്നുള്ളത്. ആക്ച്വലി അയാളുടെ ആവശ്യത്തിനാണ് ആ നായ്ക്കളെ കൊന്നൊടുക്കിയത്. പക്ഷേ ഇവളോട് പറയുന്നത് ഇവളുടെ ഭർത്താവ് ട്രെയിൻ ചെയ്യിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് അവരെ കൊല്ലേണ്ടി വന്നു. ആ ബ്ലെയിം അതുപോലെ എടുത്ത് ഭർത്താവിൻ്റെ തലയിലേക്ക് വെക്കുകയാണ്. മാത്രമല്ല ഹീറ്റിലുള്ളത് പട്ടിയായാലും പെണ്ണായാലും നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ അവൻ മറ്റൊരാളോട് പറയുന്നത് ഞാൻ കേട്ടു എന്നൊക്കെ പറയുമ്പോൾ അവളുടെ സ്വഭാവ ദൂഷ്യത്തിനെക്കുറിച്ച് അയാൾ മറ്റാരോടോ സംസാരിച്ചു എന്നുള്ള രീതിയിലൊരു വ്യാഖ്യാനം അതിന് വരുന്നുണ്ട്. ഇവിടുത്തെ പ്രൊട്ടക്ഷൻ സെറ്റപ്പ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും കാണാൻ ഒരുപോലെ ഉണ്ടാവും. നീ ഇവിടെ തടവിലാണ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വളരെ സിമ്പിളായി അവളുടെ ഉള്ളിലേക്ക് അയാൾ ഇൻജെക്ട് ചെയ്യുകയാണ്. എന്തായാലും പോകാൻ ഇടമൊന്നും ഇല്ലാത്തതുകൊണ്ട് സോയി കുര്യനോടൊപ്പം വരികയാണ്. നാട്ടിലെത്തിയ ശേഷമായിരിക്കും അയാൾക്ക് ഓൾറെഡി ഭാര്യമാരുണ്ടെന്നൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടാവുക. അവിടെ അവളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അയാൾക്ക് വേറെ ഭാര്യമാരുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അയാൾക്കൊപ്പമുള്ള ജീവിതത്തിലും അവൾ പരാതികളൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് 2 മക്കളുണ്ടായിട്ടുണ്ട്. അയാൾ ഒളിവിൽ പോകുന്നു എന്ന് പറയുന്ന, ഇയാളെ കാണാതാവുന്ന ആ സമയം വരെയും അവർ അയാളെ സെർവ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കുര്യച്ചൻ തനിക്ക് ആവശ്യമുള്ള രീതിയിൽ മറ്റെല്ലാ മനുഷ്യരെയും പട്ടികളെ പോലെ ട്രെയിൻ ചെയ്യുന്നത് പോലെ സോയിയും ട്രെയിൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുര്യച്ചൻ തന്നെ സോയിയോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു ഫാമിലിയിൽ ട്രസ്റ്റാണെല്ലാം, അത് ബ്രേക്കായാൽ പോയി എന്ന്. സോയിയെ സംബന്ധിച്ച് അവരുടെ അവസാന കാലം വരെ അവർക്ക് കുര്യച്ചനോട് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ബ്രേക്ക് ആവുന്നത് പോത്തൻ അവരുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ്. ഒരു കള്ളക്കേസ് കുടുക്കി പോത്തനെ അകത്താക്കാൻ വേണ്ടി കുര്യച്ചൻ ശ്രമിക്കുന്നു. പോത്തൻ ആ വീട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ടാണ് നിന്റെ ഭർത്താവിനെ കള്ളക്കേസ് കുടുക്കിയതാണ്, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ അടവായിരുന്നു ഇതെല്ലാം എന്ന് പോത്തൻ സോയിയോട്, മ്ലാത്തി ചേട്ടത്തിയോട് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇത്രയും വർഷം താൻ ജീവിച്ചു തീർത്തത് ഒരു കള്ളത്തിലായിരുന്നു എന്ന് പറയുന്നൊരു ധാരണയിലേക്ക് അവരെത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു മനുഷ്യന് ഒരിക്കലും ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. ചില തെറ്റുകളൊക്കെ നമുക്ക് കുറച്ച് നേരത്തെ അറിഞ്ഞാൽ ചിലപ്പോൾ തിരുത്താൻ പറ്റിയെന്ന് വരും. പക്ഷേ ഇനി ഒരിക്കലും തിരുത്താനാവാത്ത ഒരു തെറ്റ് സംഭവിച്ചു തൻ്റെ ജീവിതത്തിൽ. ആ തെറ്റിൽ വിശ്വസിച്ച് താൻ ഇത്രയും നാൾ ജീവിച്ചു. തന്നെ സ്നേഹിച്ചിരുന്ന, തന്നോടൊപ്പം ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്ന ഒരാൾ അവിടെ എങ്ങുമെങ്ങും ഇല്ലാതെ നടക്കുന്നു. അയാളുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും? എൻ്റെ നാട്, എൻ്റെ വീട്, അങ്ങനെ ഒരുപാട് പെയിൻ ഇവരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും. എത്ര വർഷത്തെ സങ്കടങ്ങളായിരിക്കും മ്ലാത്തിച്ചേട്ടത്തിയുടെ ഉള്ളിലാണ് പൊട്ടി ഒഴുകിയിട്ടുണ്ടാവുക. മാത്രമല്ല അവിടെ വെച്ച് അവർ മനസ്സിലാക്കുന്നത് കുര്യച്ചൻ ബാക്കി എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നുണകൾ പറഞ്ഞ് നുണകളുടെ ഒരു കൊട്ടാരത്തിലാണ് തന്നെ കൊണ്ടു നടന്നതെന്നാണ്. പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുര്യച്ചൻ വന്നിട്ട് എടോ അതൊക്കെ നുണയാണ് എന്ന് പറയുന്നത് കേൾക്കാൻ. അതിനുവേണ്ടിയാണ് അവർ കാത്തിരുന്നത്. പക്ഷേ കുര്യച്ചൻ വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ ഈ ഒരു തവണ നുണ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ ട്രസ്റ്റ് ബ്രേക്കായി. കുര്യച്ചൻ അവിടെ മനസ്സിലാക്കാതെ പോയൊരു കാര്യം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിലെ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ, കുടുംബത്തിനുള്ളിലെ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ അത് വല്ലാത്ത പെയിനാണ്. അതുപോലെ തന്നെ കുര്യച്ചൻ മനസ്സിലാക്കാതെ പോയ കാര്യം, അവിടെ ഉണ്ടായിരുന്ന ടെലോമിയൻ നായ്ക്കൾ അവരവരുടെ മാസ്റ്ററായി കണ്ടിരുന്നത്, അവരവരുടെ അമ്മയെ പോലെ സ്നേഹിച്ചിരുന്നത് അത് സോയി ആയിരുന്നു. നമ്മൾ സിനിമയിൽ 2 ഇടങ്ങളിൽ കാണുന്നുണ്ട്. ആ നായ്ക്കൾ ആക്രമിക്കുമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ മ്ലാത്തിച്ചേട്ടത്തി ജസ്റ്റ് ഒന്ന് കൈയടിക്കുന്നേ ഉള്ളൂ, ആ നായ്ക്കൾ അവരുടെ വഴിക്ക് പോവുകയാണ്. അങ്ങനെ അവരെ അനുസരിക്കുന്ന നായ്ക്കളാണത്. എന്തായാലും അവിടുന്ന് പോയ കുര്യച്ചനാണ് ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ മാത്രം വീതിയുള്ള ഒരു പാറയിടുക്കിലൊരു സ്ഥലത്ത് 24 മണിക്കൂറും നീർച്ചാലുള്ളൊരു സ്ഥലത്ത് ഈ പട്ടികളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നത്. കുര്യച്ചൻ്റെ ആഗ്രഹം താൻ അതുപോലത്തെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ചുറ്റും നായ്ക്കളുടെ ഒരു പട്ടാളം തന്നെ സംരക്ഷിക്കാൻ വേണമെന്നുള്ളതായിരുന്നു. പക്ഷേ മ്ലാത്തിച്ചേട്ടത്തി ഒരുക്കി കൊടുത്തത് അതേപോലത്തെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാം, പക്ഷേ ചുറ്റുമുള്ള പട്ടികൾ അയാളെ സംരക്ഷിക്കാനല്ല നിൽക്കുന്നത്, അയാളെ തടവിലാക്കാനാണ്. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം കുര്യച്ചൻ മരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ സിനിമയിലുള്ള ക്ലൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുര്യച്ചൻ മരിച്ചിട്ടില്ല ഗൈസ്. പക്ഷേ ഒന്നും മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചു പോകുന്ന രീതിയിൽ അയാൾ നായ്ക്കളുടെ ഒരു തടവറയിൽപ്പെട്ട്
കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ സന്ദീപ് പ്രദീപ് എടുത്ത് എറിയുന്ന ഒരു മുളക്കഷ്ണമുണ്ട്. ആ മുളക്കഷ്ണത്തിൻ്റെ അകത്ത് ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ട് നായ്ക്ക് കടിക്കാൻ പാകത്തിന് ഒരു കമ്പും കൂടി കൊടുത്തിട്ടാണ് മലയിൽ വെച്ചിട്ട് ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം അതേ രീതിയിൽ തന്നെ കുര്യച്ചൻ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് ഫുഡ് എത്തിക്കാൻ മ്ലാത്തി ചേട്ടത്തിക്ക് പറ്റും. മ്ലാത്തി ചേട്ടത്തി മുളയ്ക്കകത്ത് ഭക്ഷണമൊക്കെ ഫില്ല് ചെയ്ത് നായ്ക്കൾക്ക് കൊടുത്ത് അവരത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചു കൊണ്ടുവന്ന മുളങ്കമ്പാണ് ക്ലൈമാക്സിൽ സന്ദീപ് പ്രദീപ് എടുത്ത് നോക്കുന്നത്. അതിനകത്ത് വറ്റൊക്കെ എടുത്ത് അയാൾ തിരുമ്മി മണത്തൊക്കെ നോക്കുന്നുണ്ട്. അത് അതിൻ്റെ കാലപ്പഴക്കം, അത് എത്ര നേരം പഴക്കമുള്ളതാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് കാലപ്പഴക്കമൊന്നുമില്ല. സോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കുര്യച്ചൻ ജീവനോടെ ഉണ്ടാവും. നായ്ക്കൾ എന്തായാലും അവിടം വരെ പോയി ചോറ് മുഴുവൻ അവിടെ കൊട്ടിക്കളഞ്ഞിട്ട് തിരിച്ചു വരില്ലല്ലോ. കുര്യച്ചൻ തൻ്റെ വിശപ്പടക്കാൻ വേണ്ടി അത് എടുത്തിട്ടുണ്ടാവും. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലൈഫിൽ ഒരു ഏർലി 20s മുതൽ 50s വരെ അവർ കുര്യച്ചൻ്റെ തടവിൽ കഴിഞ്ഞാണ്. കുര്യച്ചൻ പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കുര്യച്ചൻ അങ്ങോട്ടിരിക്കാൻ പറയുമ്പോഴും ഇങ്ങോട്ടിരിക്കാൻ പറയുമ്പോഴും അങ്ങനെയൊക്കെ ഇരുന്ന് അവർ ജീവിച്ചു തീർത്ത ഒരു വലിയ ജീവിതകാലമുണ്ട്. ആ നുണകളിൽ അവരെ കെട്ടിയിട്ട ഒരു മനുഷ്യനെ, അവരുടെ പ്രണയത്തിനെ തകർത്തെറിഞ്ഞൊരു മനുഷ്യനെ, അവൻ അങ്ങനെയൊന്നും ചത്താ പോരാ. അവനവിടെ ഒറ്റ ആൾക്ക് കടക്കാൻ പാകത്തിനുള്ള ഗുഹയ്ക്കകത്ത് ഒടുങ്ങണം എന്ന് പറയുന്ന പോലത്തെ ഒരു ആഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടാവും. അതല്ലേ ശരിക്കുള്ള പ്രതികാരം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, അവരുടെ മുൻ ഭർത്താവും അവരാഗ്രഹിച്ചതുപോലെ ടേക്ക് കെയർ ചെയ്തിരുന്ന ഒരാളല്ലല്ലോ എന്നുള്ളത്. അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം എത്രത്തോളമാണെന്നുള്ളത് അവർക്ക് ഇരുവർക്കും അറിയാമായിരുന്നു. അവരൊരുമിച്ച് ജീവിതം ആരംഭിച്ചിട്ടുള്ള ആൾക്കാരാണ്. അയാൾ തന്നെ പറയുന്നുണ്ട്, ഇവളെൻ്റെ ഭാര്യയാണെങ്കിലും ഞാൻ എൻ്റെ മകളെ പോലെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്, അവൾക്കും അയാളോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ ആ സമയത്ത് ഒരു യുദ്ധം കൊണ്ട് രാജ്യം മുഴുവൻ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇരുവർക്കും നന്നായി സിറ്റിയിലത്തെ പോയി താമസിക്കണം എന്നാഗ്രഹിച്ച ആളാണ്. അയാൾ ഇട്ട എഫേർട്ട് മുഴുവൻ അവളോടൊപ്പം ഒരു നല്ല ജീവിതത്തിനാണ്. അത് മനസ്സിലാക്കി അയാളെ കാത്തിരുന്നൊരു പെൺകുട്ടിയാണത്. അങ്ങനെ ഒരാളെ പറഞ്ഞു പറ്റിച്ച് അവൾ പ്രണയിച്ചിരുന്ന, അവൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന, അത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പല കാഴ്ചകളും ഉണ്ടാകും, പക്ഷേ അവരാഗ്രഹിച്ചിരുന്നൊരു ജീവിതമാണ്. ആ ജീവിതത്തിനെ ബ്രേക്ക് ചെയ്ത് ഒരാളെ ഒരു പടുകുഴിയിലേക്ക് കൊണ്ട് തള്ളിയിട്ടാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം അയാളെ വെച്ച് നോക്കുമ്പോൾ കുര്യച്ചന് പ്രായം കുറവായിരുന്നല്ലോ എന്നൊക്കെ. പക്ഷേ ഇവിടെ പ്രായത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കൺസെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് കുര്യച്ചൻ മാനിപ്പുലേറ്റ് ചെയ്ത് നേടിയെടുത്താണ്. അവളുടെ ഭർത്താവിന് അവളെ ഭയങ്കര സംശയമായിരുന്നത് കൊണ്ടല്ലേ ഈ പട്ടികളെയൊക്കെ വളർത്തിയതെന്ന് ചില ആളുകൾ ചിന്തിച്ചേക്കാം. ആ സിനിമയിൽ ഈ കുര്യച്ചൻ അവളോട് പറയുന്നുണ്ട്, പട്ടികളെ വെച്ച് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിനിമയിൽ തന്നെ കാണുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഈ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തോണിയൊക്കെ തുഴഞ്ഞു വരുന്നത്. അവിടെ ആ ഒരു അരാജകത്വമുള്ള നാട്ടിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ അവൾ പ്രൊട്ടക്റ്റഡായി ഇരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അയാൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ആ നായ്ക്കൾ അവളെ കടിച്ചത്, അവളെ കടിച്ച് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ വീടിനകത്ത് കയറി കടിക്കായിരുന്നല്ലോ. അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതാണ്. പുറത്തിറങ്ങരുത് എന്ന് തങ്ങൾക്കാവുന്ന എല്ലാ ഭാഷയിലും പറഞ്ഞതിന് ശേഷം ആ പട്ടികൾക്ക് അറിയാവുന്നതുപോലെ അവർ റിയാക്ട് ചെയ്തതാണ്. അപ്പോഴവളെ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല. ആ നായ്ക്കൾ അവൾക്കൊരു പ്രൊട്ടക്ഷനായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ഡയലോഗ് സിനിമയുടെ ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന സമയത്ത് വിനീത് പറയുന്നുണ്ട്, നായ്ക്കൾ കണ്ണിൽ നോക്കിയാൽ ആളുകളുടെ ഉള്ളറിയും എന്ന് യോസിയ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ത്രട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ നായ്ക്കൾ ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ അതുപോലും അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവളുടെ ഭർത്താവിനെതിരെയുള്ളൊരു ചിന്തയാക്കി മാറ്റാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളടത്താണ് ഈ കുര്യച്ചൻ എന്ന് പറയുന്ന മാസ്റ്റർ മാനിപ്പുലേറ്ററിൻ്റെ വിജയം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ മ്ലാത്തി ചേട്ടത്തി പിയൂസിനോട് പറയുന്ന കഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിനീത് അവതരിപ്പിക്കുന്ന പോത്തനും അതുപോലെ കുര്യച്ചനും ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് ഇവൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കഥയല്ലേ എന്ന് പറയുന്നതാണ്. എന്തിനാണ് പിയൂസിനോട് നുണ പറഞ്ഞതെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, മ്ലാത്തി ചേട്ടത്തിക്ക് പിയൂസിനോട് സത്യം പറയേണ്ട യാതൊരു കാര്യവുമില്ല. രണ്ട്, കുര്യച്ചൻ മ്ലാത്തി ചേട്ടത്തിയോട് പറഞ്ഞിരിക്കുന്ന കഥ അതാണ്. കാരണം ആ സമയത്ത് അവരിരുവരും, അതായത് പോത്തനും കുര്യച്ചനും തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് മലയാളത്തിലാണ്. അന്ന് മ്ലാത്തി ചേട്ടത്തിക്ക് മലയാളം അറിയില്ല. ഇവർ തമ്മിൽ സംസാരിച്ചത് ഇന്ന കാര്യമായിരുന്നു എന്നുള്ളത് കുര്യച്ചൻ പറഞ്ഞിട്ടുള്ള അറിവേ മ്ലാത്തി ചേട്ടത്തിക്കുള്ളൂ. ആ കാര്യം മാത്രമേ പിയൂസിനോട് മ്ലാത്തി ചേട്ടത്തി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, മ്ലാത്തി ചേട്ടത്തി കുറച്ച് വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന രഹസ്യമാണ് കുര്യച്ചൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതും അയാൾ തടവിലാണെന്നുള്ളതും. കുര്യൻ പറഞ്ഞിട്ടുള്ള കഥകൾ അങ്ങനെ നിന്നോട്ടെ, ഞാനായിട്ടൊന്നും ക്ലാരിഫൈ ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു ചിന്ത, ഒരു തീരുമാനത്തിലേക്ക് അവർ വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ ഈ സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും കള്ളമാണ് പറയുന്നത്. എല്ലാവരും, കാര്യം എല്ലാവർക്കും മറയ്ക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി പല 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 കള്ളങ്ങളാണ്. അപ്പൂട്ടി നുണകൾ ഒരുപാട് പറയുന്നു, പിയൂസ് നുണകളേ പറഞ്ഞിട്ടുള്ളൂ, ആ പോലീസുകാർ നുണകളാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കാണുന്ന ആൾക്കാരേ അല്ല നമ്മൾ സെക്കൻഡ് ഹാഫിൽ കാണുന്നത്. ഫസ്റ്റ് ഹാഫിൽ നുണ പറഞ്ഞു പോകുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും സത്യം പറയുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ് എന്ന് നമ്മൾ അറിയുന്നു. എല്ലാവർക്കും ഒളിക്കാനുള്ളതുകൊണ്ട് എല്ലാവരും സത്യം പറയണമെന്നില്ല. മാത്രമല്ല
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മ്ലാത്തി ചേട്ടത്തി തന്നോട് കുര്യച്ചൻ എന്താണോ പറഞ്ഞത് അത് അതുപോലെ പറഞ്ഞു. കുര്യച്ചനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നുണ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് പോത്തനെ അകറ്റി നിർത്തേണ്ട ഒരു ആവശ്യകത കുര്യച്ചനുണ്ടായിരുന്നു. കാര്യം കുര്യച്ചനും പോത്തനും തമ്മിലുണ്ടായിരുന്ന ഡിസ്കഷൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും പങ്കിട്ടെടുക്കാമെന്നൊക്കെയായിരുന്നു. പക്ഷേ പോത്തനെ അകറ്റി നിർത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. പോത്തനാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നത്. അത് പരമാവധി അയാൾ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് പോത്തൻ പകുതിക്ക് വെച്ച് പിണങ്ങിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ ഈ പെണ്ണിനെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരാളായിട്ട് അയാൾ ചിത്രീകരിച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നിന്നോടുള്ള അദമ്യമായ സ്നേഹം, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിത് ചെയ്തത് എന്ന് വരുത്തി തീർക്കണം. പക്ഷെ പിന്നീട് കുറേ വയസ്സായി കഴിഞ്ഞ് പോത്തൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് മ്ലാത്തി ചേട്ടത്തിക്ക് ഈ കാര്യം മനസ്സിലാവുന്നത്. തന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തല്ല, അവൻ്റെ ഉള്ളിലെ വാശിയുടെ പുറത്താണ് അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. അതാണ് പിയൂസിനോട് പറയുമ്പോൾ മ്ലാത്തി ചേട്ടത്തി പറയുന്നത്, വാശിയുടെ കാര്യത്തിൽ കുര്യച്ചനെ വെല്ലാൻ ആരുമില്ലാന്ന്. കുര്യച്ചൻ്റെ മാനിപ്പുലേഷനെ കുറിച്ച് മ്ലാത്തി ചേട്ടത്തിക്കുള്ള ധാരണയുടെ ഒരു ഗംഭീര എക്സാമ്പിൾ വരുന്നത്, ഇവരുടെ മകൻ വീട്ടിൽ വന്ന് സംസാരിച്ചു. പോകുന്ന വഴിക്ക് പിയൂസിൻ്റെ പോക്കറ്റിൽ കുറച്ച് പൈസ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിയൂസ് തിരിച്ച് വീടിനകത്തേക്ക് കയറി വരുമ്പോൾ അമ്മച്ചി ചോദിക്കുന്നുണ്ട് എത്ര തന്നു കൈക്കൂലി എന്നുള്ളത്. അപ്പോൾ പൈസ കിട്ടിയെന്ന് പറഞ്ഞ് പൈസ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിലും അവൻ്റെ അച്ഛൻ്റെ ഗുണമൊന്നും അവന് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുര്യച്ചൻ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പൈസ കൊടുത്ത് സ്വാധീനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ അതികേമനാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ മക്കൾക്ക് ആ ഒരു ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ഈ പൈസ കൊടുത്ത് മാത്രമേ അവർക്ക് ഇപ്പോഴും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മാനിപ്പുലേഷൻ എന്ന് പറയുന്ന കാര്യം അത് മക്കൾക്ക് കിട്ടിയിട്ടില്ലെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാന ചോദ്യം ഈ സിനിമ കണ്ട ആൾക്കാർ ചോദിക്കുന്നത് നരേൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ്. നരേൻ ഇതിൽ നേവിക്കാരൻ തന്നെയാണോ അതോ DYSP ആണോ എന്നുള്ളതാണ്. കാരണം ബിനു പപ്പുവിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് DYSPയും ഗ്യാങ്ങോടെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇയാൾ പോലീസുകാരനാണോ എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ബിനു പപ്പുവിൻ്റെയും അതുപോലെ രഞ്ജിത് ശക്കറിൻ്റെയും ക്യാരക്ടേഴ്സിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ വേഷം മാറി അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് അവിടെ ഒരു ഡ്യൂട്ടിയാണ് കാണാൻ പറ്റുക. ഒരു കേസന്വേഷണം അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ പോകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരു വിജയാഹ്ലാദമൊക്കെയാണ് നമ്മൾ അവരിൽ കാണുന്നത്. പക്ഷേ അതേസമയം നമ്മൾ നരേൻ്റെ ക്യാരക്ടറിൽ കാണുന്നത് ഒരു പകയാണ്, ഒരു വേട്ടക്കാരൻ്റെ നോട്ടമാണ്. അതായത് ഞാൻ തേടി വന്ന ഇര ഇവിടെ ഉണ്ട് എന്ന് ഓരോ ഫാക്ടേഴ്സും വെച്ച് ക്ലൂ ഒക്കെ കറക്റ്റായി വരുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാവുന്നൊരു ഒരു ആനന്ദം എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെ രൗദ്രമായിട്ടുള്ളൊരു ഭാവം, അതാണ് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു അയാളുടെ ഒരു കാർ ആക്സിഡൻ്റ് ആവുന്ന സീനിൽ ആ കാർ കൊക്കയിലേക്ക് പോയിട്ടില്ല എന്ന് അറിയുമ്പോൾ അയാളൊരു ചിരി ചിരിക്കുന്നുണ്ട്. അത് ജീവൻ രക്ഷപ്പെട്ട ഒരാളുടെ ചിരിയല്ല. കാറിൻ്റെ ബ്രേക്ക് കേബിൾ പൊട്ടിക്കുന്നത് കുര്യച്ചൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷനാണ്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സോ കുര്യച്ചൻ ഇവിടെ ഉണ്ട്, നീ എൻ്റെ അടുത്തുണ്ടാ അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തെത്തിയടാ എന്ന് പറയുന്ന ആ ചിരിയുണ്ടല്ലോ, നരേൻ ഗംഭീരമായിട്ട് ചിരിച്ചിട്ടുള്ള ഒരു ചിരിയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞും അയാൾ പറയുന്നത് അതാണ്, ബാസ്റ്റേഡ് എനിക്കറിയാം നീ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അതുകൂടാതെ അപ്പൂട്ടിയെ വീട്ടിൽ വെച്ച് ആക്രമിക്കുന്ന സമയത്തും അയാൾ പറയുന്നത് കൂടെ നടന്നും തോളി കൈയിട്ടും അവൻ എനിക്ക് ഒരുപാട് പണികൾ തന്നിട്ടുണ്ട്, ഇനി തൻ്റെ ഷെയറും കൂടി വേണ്ട എന്നാണ്. സോ വിനീതിൻ്റെ ക്യാരക്ടർ, പോത്തൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൂടെ കൊണ്ട് നടന്നതുപോലെ തന്നെ ഈ നേവിക്കാരനെയും കൂടെ കൊണ്ട് നടന്ന് കുര്യച്ചനൊരു പണി കൊടുത്തിട്ട് പകരം വീട്ടാൻ വേണ്ടി ആളെ അന്വേഷിച്ച് വന്നിട്ടുള്ള ഒരു വേട്ടക്കാരൻ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആളാണ് ഇതിൽ നരേൻ്റെ ക്യാരക്ടർ. അയാൾ ഒരിക്കലും DYSP ആവുമെന്ന് തോന്നുന്നില്ല. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവരും ചോദിക്കുന്നത്, കുര്യച്ചൻ ഒരു ഭയങ്കര ഡോഗ് ട്രെയിനർ ആണല്ലോ. ഇപ്പം മ്ലാത്തി ചേട്ടത്തിയുടെ മുൻ ഭർത്താവും പറയുന്നുണ്ട് ഭയങ്കര ട്രെയിനറാണ്, ആർമിക്കും പോലീസിനും ഒക്കെ ഇവർ നായ്ക്കളെ സപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്തുകൊണ്ട് കുര്യച്ചന് ഈ നായ്ക്കളെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ നായ്ക്കളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൂടാ? ഈ നായ്ക്കളെയൊക്കെ കുര്യച്ചനാണ് ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ളതെങ്കിൽ കുര്യച്ചൻ അവിടെ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെട്ടുകൂടെ എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടെലോമിയൻ നായ്ക്കൾ, ഇവർ കൊണ്ടുവന്നിട്ടുള്ള നായ്ക്കൾ എന്ന് പറയുന്നത് മലയിൽ ഏകദേശം 1.5 മാസം ആയിക്കഴിഞ്ഞാലാണ് ഇവരെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് ഇവരുടെ മുൻ ഭർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ 1.5 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് ഇയാളുടെ ഭാര്യയോടൊപ്പം ഈ നായ്ക്കുഞ്ഞുങ്ങളുമായി കുര്യച്ചൻ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മലാത്തി ചേട്ടത്തി എന്തായാലും ആ നായ്ക്കളെ അവരുടെ അമ്മയെ പോലെ തന്നെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവും. മ്ലാത്തി ചേട്ടത്തി നായ്ക്കളെക്കുറിച്ച് പറയുന്നത് നമ്മൾ കെട്ടിയിട്ട് വളർത്താൻ പാടില്ല, കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല. അങ്ങനെ ആക്ച്വലി അവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ ഒരിക്കലും ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല നമ്മുടെ കുര്യച്ചൻ എത്രത്തോളം അതിനെ ട്രെയിൻ ചെയ്ത് അതിൻ്റെ മാസ്റ്റർ ആവാൻ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സന്ദീപ് പ്രദീപിൻ്റെ ക്യാരക്ടർ പിയൂസ് പറയുന്നത് പോലെ ചില നായ്ക്കൾക്ക് ഒറ്റ മാസ്റ്ററേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും, മാസ്റ്റർ അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പക്ഷേ അതിനൊരു കമാൻഡറേ ഉണ്ടാവുള്ളൂ, ഒരു മാസ്റ്ററേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു ആംഗിളിൽ നമുക്കതിനെ ചിന്തിക്കാം. മറ്റൊന്ന്, ഒരു അമ്മയുടെ സ്നേഹം കൊടുത്താണ് ഇവർ ഈ നായ്ക്കളെ വളർത്തുന്നത്. ആ സ്നേഹത്തിന് മുകളിൽ നിൽക്കാൻ കുര്യച്ചൻ്റെ ട്രെയിനിങ്ങിന് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. മാത്രമല്ല കുര്യച്ചൻ സോയുടെ ഹസ്ബൻഡിനെ
ജയിലിലാക്കിയതിനു ശേഷം ഇവരുടെ വീട്ടിലേക്ക് അടുക്കാൻ വേണ്ടി ബോട്ട് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇയാൾ ട്രീറ്റുകൾ കാണിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ കാത്തിരുന്ന് ക്ഷമയോടുകൂടി ഇവരനുസരിക്കുമെന്ന് പറയുന്ന ഒരു ഡോഗ് ട്രെയിനറിന് ഇറക്കാൻ പറ്റുന്ന ടെക്നിക്കുകളൊക്കെ ഇയാൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഈ നായ്ക്കൾ അനങ്ങുന്നേയില്ല. കാരണം അവർക്കൊരു മാസ്റ്ററേ ഉള്ളൂ. വേറൊരാൾ വന്ന് ഒരു ട്രീറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നായ്ക്കൾ വളയില്ല. അങ്ങനെയുള്ള നായ്ക്കളാണ് കുര്യച്ചനെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും അതിൻ്റെ പ്യുവർ ബ്രീഡാണ്. മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്രോസ് ബ്രീഡ് ചെയ്ത് സ്വഭാവങ്ങളിലൊക്കെ വ്യത്യാസം വരുന്ന അതൊന്നുമല്ല. എന്താണോ മലയിൽ കുര്യച്ചൻ കണ്ടത് അത് തന്നെയാണ് കുര്യച്ചൻ ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് അയാൾക്ക് അതിന് പറ്റിയിട്ടില്ല, ഇന്ന് എന്തായാലും പറ്റില്ല. പിന്നെ വിനീത് പറഞ്ഞ ഡയലോഗും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. മനുഷ്യനെ അറിയാൻ നായ്ക്കളേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറൊരു ജീവിയില്ല എന്ന് പറയില്ലേ. അങ്ങനെ കുര്യച്ചൻ്റെ ഉള്ളറിയാവുന്ന നായ്ക്കൾ കുര്യച്ചനെ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വിടുമോ? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ പിയൂസിൻ്റെ ക്യാരക്ടറിന് ഇനി എന്ത് പറ്റും? മ്ലാത്തിച്ചേട്ടത്തി അല്ലെങ്കിൽ ഈ നായ്ക്കൾ അവനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അവൻ്റെ മുമ്പിൽ രണ്ടേ ഓപ്ഷനേ ഉള്ളൂ. ആ കത്തിയും എടുത്ത് ഓടുക, ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഇരുന്ന് മരിക്കുക, അതല്ലെങ്കിൽ കൊക്കയെ ചാടി മരിക്കുക. കാരണം മ്ലാത്തിച്ചേട്ടത്തി നേവിക്കാരൻ പറഞ്ഞിട്ടാണ് പിയൂസ് മണികണ്ഠനാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ക്ലൈമാക്സിൽ പിയൂസ് അഥവാ മണികണ്ഠൻ ആ പറമ്പിലേക്ക് കയറി കഴിയുമ്പോൾ, അതായത് ഈ 150 ഏക്കർ ഭൂമിയിൽ ഇവൻ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും പട്ടികളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. അവൻ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും അവനെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ഈ പട്ടികളൊക്കെ ഉള്ളത്. മാത്രമല്ല വീടിനകത്ത് പിയൂസ് എന്ത് കലക്കി കൊടുത്തു കഴിഞ്ഞാലും മ്ലാത്തി ചേട്ടത്തി അത് കുടിക്കുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് ഉറുമ്പിന് വരെയൊക്കെ കൊടുത്തു നോക്കി ടെസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അതായത് അവനൊരു കോൺസ്റ്റൻറ്റ് ഒബ്സർവേഷനിൽ തന്നെ ആയിരുന്നു. പക്ഷേ അവനൊരു ത്രെട്ടാണ് എന്നുള്ളത് മ്ലാത്തി ചേട്ടത്തി ഒരു ത്രെട്ടായിട്ട് അവനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ വേഷം മാറി വന്നിരിക്കുകയാണെന്നും അവൻ കുര്യച്ചൻ്റെ ഒരു ട്രെയിൻഡ് ഡോഗാണ് എന്നും തിരിച്ചറിയുന്ന സമയത്ത് മ്ലാത്തി ചേട്ടത്തി അലേർട്ടാവും. അവർ പട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മ്ലാത്തി ചേട്ടത്തി ട്രെയിൻ ചെയ്യിച്ചു വെച്ചിരിക്കുന്ന ഡോഗ്സാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ സന്ദീപ് പ്രദീപ് നടന്നു വന്ന് ഈ നായ്ക്കളുടെയൊക്കെ തലയിലൊക്കെ തലോടുന്ന സമയത്ത് അവർ നിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിൽ ഇതേ കാര്യം ഇയാൾ ചെയ്യാൻ നോക്കുമ്പോൾ നായ്ക്കൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവർക്കിത് എന്ത് പറ്റി എന്നവൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ആ പാറപ്പുറത്തിരുന്നുള്ള കോൺവെർസേഷനിൽ നീ എന്നെ കൊല്ലാതിരിക്കോ എന്ന് മറ്റും അവർ ചോദിക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല എന്നാണ് അവനതിന് ഉത്തരം കൊടുക്കുന്നത്. അവൻ കൊല്ലും. അവൻ കൊന്ന അറപ്പ് മാറിയിട്ടുള്ള ആളാണ്. ഓൾറെഡി 2 പോലീസുകാരെയും കൂടി കൊന്നിട്ടാണ് അവനവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ഒരു മേജർ ത്രെട്ടായിട്ട് മുന്നിൽ നിൽക്കുന്ന സമയത്ത് സാരമില്ല മോനെ നമുക്കൊരു ചായ കുടിക്കാം എന്ന് മ്ലാത്തി ചേട്ടത്തി പറയില്ലല്ലോ. മാത്രമല്ല മ്ലാത്തി ചേട്ടത്തിയെ ജീവൻ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവരാൽ ട്രെയിൻഡ് ആയിരിക്കുന്ന അത്രയും ഡോഗ്സ്, അവൻ പറയുന്നത് ചില ഡോഗുകൾക്ക് ഒരു മാസ്റ്ററേ ഉള്ളൂ എന്നാണ്. അവനൊരു മാസ്റ്ററേ ഉള്ളൂ, അവനൊരു ഡോഗേ ഉള്ളൂ. പക്ഷെ അവിടെയുള്ള മുഴുവൻ ഡോഗുകൾക്കും ഒരൊറ്റ മാസ്റ്റർ, അത് മ്ലാത്തി ചേട്ടത്തിയാണ്. അവൻ ആ കത്തി പുറത്തെടുത്ത് ജസ്റ്റ് ഒന്ന് കൈപൊക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഓർക്കാനുള്ളൊരു ഗ്യാപ്പ് അവന് കിട്ടില്ല. മാത്രമല്ല ഈ പട്ടികളെ അവനായിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് അവൻ അവിടെ ആദ്യ ദിവസം വന്നപ്പോഴേ അവന് മനസ്സിലായതാണ്. കരഞ്ഞ് കാല് പിടിച്ചാൽ മ്ലാത്തിച്ചേട്ടത്തി വിടുമെന്നൊന്നും തോന്നുന്നില്ല. അവൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. കുര്യച്ചൻ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത ലക്ഷണമൊത്ത ആ നായയെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ മ്ലാത്തി ചേട്ടത്തേക്ക്? അവരുടെ അവസാനത്തെ കോൺവെർസേഷൻ ഭയങ്കര രസമാണ്. എല്ലാം തികഞ്ഞ ഒരു ഡോഗ് ബ്രീഡിനെ കിട്ടുന്നില്ലല്ലോ എന്നുള്ള പരാതിയായിരുന്നു കുര്യച്ചൻ എന്ന് പറയുമ്പോൾ, എന്നിട്ട് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവരതിന് കൊടുക്കുന്ന മറുപടി, കിട്ടിയില്ലെങ്കിലും കിട്ടിയ നല്ലൊരെണ്ണത്തിന് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം എന്ന് കുര്യച്ചൻ പറയുമായിരുന്നു. അത് നടന്നോന്ന് അവൻ ചോദിക്കുമ്പോൾ അത് കഴിയില്ലെന്നാണ് കരുതിയത്, നീ ആരാണെന്ന് അറിയുന്നത് വരെ എന്ന് പറഞ്ഞ് മ്ലാത്തിച്ചേട്ടത്തി ഒരു നോട്ടം നോക്കുന്നുണ്ട്. സോ കുര്യച്ചൻ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത എല്ലാം തികഞ്ഞ ആ നായ അത് തൻ്റെ മുന്നിലിരിക്കുന്ന മണികണ്ഠനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും സമയം പാഴാക്കുന്നത് കുര്യച്ചന് വീട്ടിൽ വിളിച്ച് ചോറ് സാമ്പാറും കൊടുക്കുന്ന പോലെയാണെന്ന് മ്ലാത്തി ചേട്ടത്തിക്ക് ഊഹിക്കാമല്ലോ. സോ ഇതിൽ ആളുകൾക്ക് കൂടുതലും ഡൗട്ട് ഉണ്ടാകുന്നത് ക്യാരക്ടേഴ്സിനെ കുറിച്ചും ടൈം ലൈനിനെ കുറിച്ചുമാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി നിങ്ങൾക്ക് തീരാത്ത സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കാം.